നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. പരീക്ഷാ ഭയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പരീക്ഷ എങ്ങനെ നേരിടണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പരീക്ഷയോടുള്ള മനോഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ കണ്ടു. ജീവിതമാകുന്ന പരീക്ഷയിലും ശരിയായ മനോഭാവം തന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് നമ്മൾ ജ്യോതിർഗമയിൽ ചർച്ച ചെയ്യാനെടുക്കുന്ന വിഷയം ഓർമ്മശക്തിയാണ്. എന്താണ് ഓർമ്മശക്തി? ഓർമ്മ എന്നാൽ എന്താണ്? ഓർമ്മ എപ്പോഴാണ് ശക്തിയാവുന്നത്, എപ്പോഴാണ് ദൗർബല്യമാകുന്നത്? ഓർമ്മയെ സംഭരിച്ചു വയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഓർമ്മകളെ ഇല്ലാതാക്കി കളയാനും നമ്മൾ എന്തൊക്കെ ചെയ്യണം? കാരണം പലപ്പോഴും ഓർമ്മകൾ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ എന്തോ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എപ്പോഴാണ് ഓർമ്മിക്കേണ്ടത്, എപ്പോഴാണ് മറക്കേണ്ടത്? ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും ഉണ്ടാകും എന്ന് എല്ലാ ആധ്യാത്മികാചാര്യന്മാരും പറയുന്നു. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെ ആവട്ടെ. ഓർമ്മശക്തിയുടെ പല വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നും എന്നത്തെയും പോലെ നമ്മോടൊപ്പമുണ്ട് രാജയോഗി ബ്രഹ്മകുമാർ സ്വാമിനാഥൻ ഭായിജി. ഭായിജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമസ്കാരം. ഓം ശാന്തി. ഓർമ്മശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരുന്നു. ഓർമ്മശക്തിയും നമുക്ക് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളുടെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതെല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്താണ് ഈ ഓർമ്മ, സ്മൃതി എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ്. സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് തുടങ്ങാം. കുട്ടികൾക്ക് എക്സാംസിന് വേണ്ടിയിട്ട് വളരെ നല്ല ഓർമ്മശക്തിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഞാനൊരു നല്ലൊരു കൺസെപ്റ്റ് പറയാം. ദർ ഇസ് നത്തിങ് കോൾഡ് എസ് വീക്ക് മെമ്മറി. There are only 2 types of memories. One is a trained memory and number 2 is an untrained memory. അപ്പോ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഈ പരാതി എന്റെ ഓർമ്മശക്തി വീക്കാണ്. ശരിയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇല്ല. അതായത് പരിശീലനം നേടിയ ഓർമ്മശക്തി, ശരി, പരിശീലിപ്പിക്കാത്ത ഓർമ്മശക്തി. കറക്റ്റ്. ശരി. അപ്പൊ എങ്ങനെ ഇതിനെ പരിശീലിപ്പിക്കണം? ഓക്കെ. മെമ്മറി ഈസ് ഓൾ അബൌട്ട് അസോസിയേഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്, നമ്മൾ തമ്മിൽ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും അത് രജിസ്റ്റർ ആവുന്നില്ല. പക്ഷെ അതേസമയത്ത് നമ്മളൊരു നല്ലൊരു ഫ്രണ്ട്സ് ആയി കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അതേ റോഡിൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ തമ്മിൽ മനസ്സിലാക്കുന്നുണ്ട്, റിക്കഗ്നൈസും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് മെമ്മറി ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് അസോസിയേഷൻ, അതായത് സംബന്ധം. എപ്പോഴാണ് നമ്മുടെ ഇവന്റില് ഏതെങ്കിലും ഒരു ഇമോഷൻ വരുന്നത്, ആ കാര്യമാണ് നമുക്ക് ഇവിടെ ഓർമ്മ വെക്കാൻ പറ്റാൻ വളരെ ഈസി, സാധ്യത കൂടുതലാണ്. എനിക്കിത് പറഞ്ഞപ്പോ വേറൊരു സംഭവം ഓർമ്മ വന്നു. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയി, ഒരു പട്ടി ആരോ കടിക്കുന്നത് നമ്മൾ കണ്ടു. ശരിയാണ്. പിന്നെ വേറൊരു സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോ കറക്റ്റ് പട്ടിയെ കാണുമ്പോ എനിക്ക് പെട്ടെന്ന് വരുന്ന, ശരിയാണ്, അല്ലേ? ഇതിനാണ് നമ്മൾ അസോസിയേറ്റഡ് മെമ്മറീസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇമോഷൻ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ സമയത്തേക്ക് അത് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ഈ ഇമോഷൻസിനെ അതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും? ഇമോഷൻസ് അത് തന്നെ വരുന്നതാണ്. അതായത് അത് പോസിറ്റീവ് ഇമോഷൻസ് ആയാലും ശരി, നെഗറ്റീവ് ഇമോഷൻസ് ആയാലും ശരി. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ നല്ല പ്ലസന്റ് മെമ്മറീസ് ഓർമ്മ വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൂടുതൽ ഓട്ടോമാറ്റിക്കലി ആ സന്തോഷം, ആ ഉന്മേഷമൊക്കെ വരുന്നത്. അതേ സമയത്ത് അൺപ്ലസന്റ് മെമ്മറീസ് നമ്മളത് ഓർമ്മ വെക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം, അശാന്തിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇമോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓർമ്മ വെക്കാൻ പറ്റുള്ളൂ. സ്വാമിനാഥൻ ഭായ്, ഇപ്പൊ ചില മെമ്മറി നമുക്ക് ഓർമ്മ വെക്കാൻ ഇഷ്ടമാണ്, ഇപ്പൊ പറഞ്ഞ പോലെ. ചില മെമ്മറി നമ്മൾ മറക്കാൻ, പക്ഷെ മറക്കാനൊന്നും പലപ്പോഴും പറ്റുന്നില്ല. അപ്പൊ എവിടെയാണ് ഇത് സ്റ്റോർ ആവുന്നത്? എന്താണ് അതിന്റെ മെക്കാനിസം? നമ്മളിപ്പോ പല കാര്യങ്ങൾ ചെയ്യുന്നു, പലതും ചിന്തിക്കുന്നു, പലതും പറയുന്നു, പല ആൾക്കാരെ കാണുന്നു. ഇതൊക്കെ എവിടെ പോയിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ആയിട്ട് മെമ്മറി ആയിട്ട് മാറുന്നത്? ഞാൻ ഇത് കുറച്ച് ടെക്നിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. അതായത് ഒരു മൊബൈലിന്റെ മാക്സിമം മെമ്മറി സ്റ്റോർ ആവുന്ന സ്ഥലത്ത് അതിനെന്താ പറയാ? ഒന്നെങ്കിൽ നമ്മൾ സിം കാർഡ് എന്ന് പറയും, അല്ലെങ്കിൽ മെമ്മറി കാർഡ് എന്ന് പറയും. എന്റെ മൊബൈലിൽ നിന്ന് ഇപ്പൊ ഞാൻ സിം കാർഡ് എടുത്ത് മാറ്റിയിട്ടെങ്കിൽ എന്റെ മൊബൈൽ എന്തായിട്ട് മാറും? അതൊരു ജസ്റ്റ് ഒരു പെട്ടിയായിട്ട് മാറും. ഇറ്റ് വിൽ ബി ജസ്റ്റ് ബിക്കം എ ബോക്സ്. എന്റെ മൊബൈലിന്റെ ആ സിം കാർഡ് എടുത്തിട്ട് ഞാൻ വേറെ ഏതെങ്കിലും എന്റെ മൊബൈലിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എന്റെ മൊബൈലിന്റെ മൊത്തം മെമ്മറീസ് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവും. അതായത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഒരു മൊബൈലിന്റെ മാക്സിമം മെമ്മറി സ്റ്റോർ ആവുന്ന സ്ഥലത്ത് അതിന് സിം കാർഡ് എന്ന് പറയുന്നത്. അതേമാതിരി കമ്പ്യൂട്ടറിന്റെ മൊത്തം മെമ്മറി സ്റ്റോർ ആവേണ്ട സ്ഥലമാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അതേമാതിരി
നമ്മൾ ഈ ഞാൻ സാധാരണ കുട്ടികളത് ചോദിക്കാറുണ്ട്. നമ്മൾ പല സ്കൂളിലും കോളേജിലും പോയാൽ പല ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പല ഫോർമുലാസും പല കാര്യങ്ങളും നമ്മൾ ഓർമ്മ വെക്കുന്ന നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട സ്ഥലം എന്താണ്. അപ്പോൾ എങ്ങനെയാണ് മൊബൈലിൻ്റെ ഒരു സിം കാർഡ്, അതേമാതിരി ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ മാതിരിയാണ്. ഇറ്റ് കീപ്സ് ഓൺ മൂവിങ്. ഈ ശരീരത്തിൻ്റെ അകത്തും ഒരു സിം കാർഡ് ഉണ്ട്. അതാണ് SIM എന്ന് പറയുന്നത്. ഈ SIMന്റെ ടെക്നിക്കൽ ഡെഫിനേഷൻ ആണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ സ്പിരിച്വൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ ദ സോൾ, ആത്മാവ്. അതായത് ഇന്ന് നമുക്ക് സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ചെറിയൊരു ചിപ്പിൽ എത്രത്തോളം നമുക്ക് മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ പെൻഡ്രൈവ്സ് എന്ന് പറയുന്നത്, പെൻഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പം വളരെ നാനോ ടെക്നോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. സയൻസ് ഇവിടം വരെ എത്തി. അത് പക്ഷേ സ്പിരിച്വൽ സയൻസ് പറയുന്നത് ഈ ചെറിയൊരു ആത്മാവ് പോയിന്റ് ഓഫ് ലൈറ്റിൽ ഇറ്റ് ക്യാൻ സ്റ്റോർ ഗിഗാബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. വളരെ കൂടുതൽ മെമ്മറീസ് നമുക്ക് ഈ ആത്മാവിൽ, പല ജന്മങ്ങളുടെ മെമ്മറീസ് നമുക്ക് ഈ ആത്മാവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. സ്വാമിനാഥൻ, ഇപ്പം ജന്മങ്ങളുടെ കാര്യം പറയുമ്പോൾ യു ആർ എ പ്രൊഫസർ, സയൻസിൽ എഞ്ചിനീയറിംഗിൽ യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ജന്മങ്ങളുടെ കാര്യമൊക്കെ നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ വി സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതിൽ പല റിസർച്ച് നടന്നിട്ടുണ്ട് ബ്രദർ. ദർ ആർ കൺസെപ്റ്റ്സ് ലൈക്ക് NDE and OBE, നിയർ ഡെത്ത് എക്സ്പീരിയൻസസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്? ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പല ഈ എക്സ്പീരിയൻസ് പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് അവൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ദിസ് വൺ, അവർ മുകളിൽ നിന്നിട്ട് അവർ മൊത്തം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റി ഇല്ല, ഈ മെമ്മറീസ് റീകോൾ ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ അത് അവർക്ക് കാണാൻ പറ്റി. പിന്നെ ദർ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക് വിച്ച് ഇസ് റിട്ടേൺ ബൈ ഡോക്ടർ ബ്രയൻ വോയ്സ്, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. അപ്പൊ അവിടെ ഒരു പേഷ്യന്റ്, ഹർ നെയിം വാസ് കാത്രീൻ. ആ കാത്രീനിലെ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പല മോർ ദൻ 60-65 ബർത്തിന്റെ മെമ്മറീസ് അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റി. ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും, അത് കാണാൻ ചാൻസും ഉണ്ട്. അതായത് ഇപ്പൊ ചെറിയൊരു കുട്ടി അറ്റ് എ വെരി യങ് ഏജ് ഈസ് ഏബിൾ ടു പ്ലേ ബ്യൂട്ടിഫുൾ മ്യൂസിക്. ചെറിയ പ്രായത്തിൽ നല്ലോണം മ്യൂസിക് വായിക്കാൻ പറ്റുന്നുണ്ട്, പല തബല പല ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ വെരി യങ് ഏജ് മൊത്തം പല വലിയ വലിയ ശ്ലോകങ്ങൾ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിന്റെ പല മെമ്മറീസ് നമുക്ക് ഈ ജന്മത്തിൽ റീകോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ചെറിയൊരു കുട്ടി ജനിച്ചോട് നമ്മൾ കാണുന്നത് ചില സമയത്ത് വളരെ കൂടുതൽ ചിരിക്കുന്നുണ്ട്, പല തവണ അവർ വളരെ സീരിയസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ആ പാസ്റ്റ് മെമ്മറീസ് റീകോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതവർ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഓർഗൻസ് ഒക്കെ വളരെ ചെറുതായതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ മെല്ലെ മെല്ലെ എന്താവുന്നത്, ഇപ്പം പ്രസന്റ് മെമ്മറീസ് ആ പഴയ മെമ്മറീസിനെ ഓവർലാപ്പ് ചെയ്ത് കഴിയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇപ്പൊ പല ബർത്ത് ഓർമ്മിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ നോർമൽ സ്റ്റേറ്റിൽ നമുക്കിതൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഓർമ്മിക്കാൻ? അതായത് ആ പല പാസ്റ്റ് ബർത്തിന്റെ മെമ്മറീസ് അതേമാതിരി നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെ കൂടുതൽ വരുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടപാട് ചെറിയൊരു വെപ്രാളം, പേടിയും, ഫോബിയും. ചില പേർക്ക് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കയറിയ പാട് അവർക്ക് ഒരു പേടി വരുന്നുണ്ട്. അതായത് ഈ പാസ്റ്റ് മെമ്മറീസ് നമ്മുടെ സംസ്കാരമായിട്ട് നമ്മുടെ ഈ ബർത്തിൽ എന്തായാലും ശരി അത് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളം കണ്ട എനിക്ക് അത്ര പേടി ഉണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ മുങ്ങ എന്തോ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ, അത് വളരെ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞ വളരെ ഒരു സയന്റിഫിക് മെത്തഡോളജിയാണ്. അത് നമ്മൾ മെല്ലനെ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ആ എന്തായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ എന്താ ഇവന്റ്, ആ ഇവന്റിലേക്ക് അവർ പോകുന്നുണ്ട്. ആൻഡ് ഫൈൻഡിങ് ഔട്ട് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഫോബിയ, എന്തായിരുന്നു കാരണം, അതുപോലും ഇപ്പം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയും, PLR എന്ന് പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഓർമ്മകളെല്ലാം നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങള് അത് മനസ്സിലാണോ അല്ലെങ്കിൽ എവിടെയാണത് ആക്ച്വലി? ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ആത്മാവിലാണ്. പിന്നെ പറഞ്ഞു സിമ്മിന്റെ കാര്യം. സിം, അപ്പൊ സിം എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ സോൾ, INM, I എന്ന് പറഞ്ഞാൽ ഇന്റലക്ട് ബുദ്ധി, M എന്ന് പറഞ്ഞാൽ മൈൻഡ് മനസ്സ്. അപ്പം ഈ മനസ്സും ബുദ്ധി വെച്ചിട്ടാണ് ഈ ഓർമ്മശക്തി എല്ലാം റിഫ്ലക്റ്റ് ആവുന്നത്. അത് നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് വരുന്നത്, അതാണ് സംസ്കാരമായിട്ട് മാറുന്നത്.
അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ദ ഹോൾ മെമ്മറീസ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ആത്മ. പിന്നെ അത് ബ്രെയിൻ വെച്ചിട്ട് ന്യൂറോൺ, ഡെൻഡ്രൈറ്റ്സ് വെച്ചിട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ബ്രെയിൻ ഈസ് ലൈക്ക് എ CPU ഓഫ് എ സിസ്റ്റം. പക്ഷെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ, സിം കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. വളരെ എനിക്ക് തോന്നുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഉപമയാണ്. കാരണം നമ്മൾ പൊതുവെ ചിന്തിക്കാത്തൊരു കാര്യമാണ് ആത്മാവെന്ന് പറയുമെങ്കിലും നമ്മളതിന് ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ശരിയാണ്. മരുന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് എത്രത്തോളം എൻ്റെ ഓർമ്മശക്തി കൂട്ടാൻ സാധിക്കും? ശരിക്കും പറഞ്ഞാൽ പലതവണ നമ്മൾ കാണുന്നുണ്ട് സ്കൂളിൽ എക്സാംസിനൊക്കെ മുമ്പിൽ നമ്മൾ സാധാരണ ഇങ്ങനത്തെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണാം. അതായത് മരുന്ന് കഴിച്ചിട്ട് നമുക്ക് മെമ്മറി കൂട്ടാൻ പറ്റും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതോട് ഇറ്റ് ഈസ് ജസ്റ്റ് മരുന്ന് കഴിഞ്ഞിട്ട് എത്രത്തോളം മെമ്മറി കൂട്ടാൻ പറ്റും, ഐ ഹാവ് ഗോട്ട് മൈ ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് മെ നോട്ട് ഹെൽപ്പ് ദാറ്റ് മച്ച്. അത്ര കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നമ്മൾ ശരിയായ ടെക്നോളജി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ മെമ്മറീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് ഞാൻ നല്ലൊരു സന്തോഷമായ വാർത്ത നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ കൊല്ലം, ദാറ്റ് ഈസ് 2012 നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ഡൽഹിയിലെ മൊത്തം സ്കൂൾസിൽ 7th 8th 9th കുട്ടികളുടെ സ്കൂൾ, ദേവർ മോർ ദാൻ 2300 കുട്ടികൾ, 2300 കുട്ടികളെ നമ്മളിത് ട്രെയിനിങ് കൊടുത്തു. എങ്ങനെയാണ് നമ്മുടെ ഓർമ്മശക്തി, അവരുടെ പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഓർമ്മശക്തി കൂട്ടാൻ പറ്റുക, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻഡ് ദ ബ്രഹ്മകുമാരീസ് വി വർ ഏബിൾ ടു ഗെറ്റ് ദ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. അത് അത്ര കൂടുതൽ കുട്ടികൾക്ക് നമ്മുടെ ഈ ടെക്നോളജി പറഞ്ഞ സ്ഥിതിക്ക് ആൻഡ് ദേ വർ ഏബിൾ ടു റീകോൾ ഓൾ ദർ മാത്തമാറ്റിക്സ് ഫോർമുല വെരി ഈസിലി. അപ്പം ചെറിയ കുട്ടികൾക്ക് ഈ നമുക്ക് ടെക്നോളജി വളരെ ഈസിയാണ്. പക്ഷേ അതേ സമയത്ത് വലിയവർക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഓർക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകും, മറക്കുന്ന കാര്യം നമ്മൾ ഓർമ്മ വെച്ചിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ഓർമ്മ വെക്കണ്ടേ, ഏത് കാര്യം നമ്മൾ മറക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ നമുക്കറിയാം പല മെമ്മറീസും നമുക്ക് ആവശ്യമില്ലാത്തതാണ്, പല പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് മറക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് തന്നെയാണ് എന്ത് മറക്കണം എന്ന് വിചാരിക്കണം, അത് കൂടുതൽ ശരിയാണ്. കറക്റ്റ്. പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പൊ ഈവൻ പലരും പറയുന്നുണ്ട് സമയം മുഴുവൻ പോകുന്നത് താക്കോല് വെച്ച് മറന്നിട്ട്, കറക്റ്റ്, കണ്ണട വെച്ച് മറന്നിട്ട്, ഇത്ര സമയം തെരഞ്ഞ്. ഓക്കെ. അപ്പോ ഇവിടെ എന്ത് ടെക്നോളജി നമുക്ക് ചില സമയത്ത് നമ്മൾ ഇപ്പൊ മൊബൈൽ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ചാവി എവിടെയെങ്കിലും വെക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത്, അത് നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്താ സംഭവിക്കുന്നത്, നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ താക്കോൽ എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സും ബുദ്ധി എവിടെ വർക്ക് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിസിക്കൽ ആക്ടിവിറ്റി വിച്ച് യു ആർ ഡൂയിങ്. ഞാൻ ജസ്റ്റ് അവിടെ വെക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മനസ്സും ബുദ്ധിയും വേറെ ഏതെങ്കിലും ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ആ മൊബൈൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാവി വെക്കുന്ന സമയത്ത് മനസ്സും ബുദ്ധി ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് രജിസ്റ്റർ ആവുന്നില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ മറന്നു പോകുന്നത്. അപ്പൊ ചാവി ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇല്ല ആക്ച്വലി. എക്സാക്ട്ലി. അപ്പൊ അത് രജിസ്റ്റർ ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഓർമ്മ വരുന്നില്ല. കറക്റ്റ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ബ്രദർ ചോദിച്ച മാതിരി നമ്മൾ എങ്ങനെയാണ് അൺവാണ്ടഡ് മെമ്മറീസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുക, അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ഫോൾഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീസൈക്കിൾ ബിന്നിലേക്ക് അയക്കാം. പിന്നെ അവിടുന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസൈക്കിൾ ബിന്നും നമുക്ക് എപ്പം വേണമെങ്കിലും അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ വിഷമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും മെമ്മറി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ യാതൊരു ഇമോഷൻസ് ഇല്ല. ഓക്കെ. അതേമാതിരി നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇവന്റിന് ഓർമ്മ വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ ഇമോഷൻസ് ആണ് ഉള്ളത്. കറക്റ്റ്. അപ്പം നമ്മളിപ്പം കയ്യിൽ ഇപ്പം ഏതെങ്കിലും ഒരു തോൺ എന്ന് പറഞ്ഞാൽ ഒരു മുള്ള്, ആ മുള്ളിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, വി വിൽ യൂസ് എ മോർ പവർഫുൾ നീഡിൽ. അതിനെക്കാട്ടിയും വളരെ കൂടുതൽ പവർഫുൾ ആയിരിക്കണം. അതേമാതിരി നമ്മൾ ഇവിടെ ആ മെമ്മറി ആ ഇവന്റ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഇമോഷൻസിൽ ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത്, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടി കൂടുതൽ വളരെ കൂടുതൽ പവർഫുൾ ഇമോഷൻസ് വേണം. അതെങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും? കറക്റ്റ്. സപ്പോസ് സാധാരണ നമ്മൾ പല ഇമോഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ട ഇമോഷൻസ് ഹേർട്ട് ആയിരിക്കും. ഹേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ വിഷമം, വളരെ കൂടുതൽ വേദന ഇല്ല ഇമോഷൻസ് ആണ് നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക്
ആ ആളെ ഓർക്കാനേ ഇഷ്ടമില്ല, പക്ഷെ എല്ലാ സമയത്തും അത് തന്നെയാണ് ഓർക്കുക. കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വി ഷുഡ് യൂസ് എ മോർ പവർഫുൾ ഇമോഷൻ, അതിനെക്കാട്ടി കൂടുതൽ ശക്തിശാലിയായ ഇമോഷൻ യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ദുഃഖത്തിന്റെ ആ ഇമോഷൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ ഹേർട്ട് ചെയ്തു, ആ ഇമോഷനെ മാറ്റാൻ വേണ്ടിയിട്ട് വി ഷുഡ് യൂസ് ദ ഇമോഷൻ ഓഫ് ഫോർഗിവ്നെസ്. മാപ്പ് കൊടുക്കേണ്ട ആ ഇമോഷൻ കൊണ്ടുവരണം. ആൻഡ് വി ഷുഡ് നോട്ട് ഫർഗീവ്. നമുക്ക് വേറെ ആൾക്കാരെ ഫർഗീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് അത് വേറെ ചോദ്യമാണ്. പക്ഷേ ഐ ഷുഡ് ഫർഗീവ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ മാപ്പ് കൊടുക്കേണ്ട ആ ഒരു അവസ്ഥയിൽ വരണം. എന്തുകൊണ്ടാണ് അവര് ആ കാര്യം ആ ഇവന്റ് പറഞ്ഞിട്ട് അവര് മുന്നോട്ടേക്ക് പോയി, പക്ഷെ ഞാനത് ഓർത്തിട്ട് ഞാൻ എത്ര കൂടുതൽ ഞാൻ സ്വയത്തിന് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഐ ഷുഡ് ബി ഏബിൾ ടു ഫർഗീവ് മൈസെൽഫ്. ഞാൻ എപ്പോഴാണ് എന്നെ ഫർഗീവ് ചെയ്യാൻ പറ്റുന്നത്, it will start healing myself. എൻ്റെ ആ ഒരു വളരെ നെഗറ്റീവ് ഇമോഷൻസ് മെല്ലെ മെല്ലെ കുറഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആവാൻ ചാൻസ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ശരിയാണ്, ഞാൻ എന്നെ തന്നെ ബുദ്ധിമുട്ടിക്കരുത് ആദ്യം. അതെ, അത് വളരെ കറക്റ്റാണ്. സമീപ ഇപ്പോ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു, മാപ്പ് കൊടുക്കണം. പക്ഷെ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? അതിന് കാരണം വളരെ ഗ്രഡ്ജ്, വളരെ വേദന, ഇതെല്ലാം ഉള്ളിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മാപ്പ് കൊടുക്കാൻ സാധിക്കും? ബ്രദർ, മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ ശക്തിശാലിയായിരിക്കണം. മൈൻഡ് ഷുഡ് ബിക്കം വെരി വെരി പവർഫുൾ. അതുകൊണ്ട് ദർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗുഡ് മെമ്മറി ആൻഡ് എ പവർഫുൾ മൈൻഡ്. നല്ല ഓർമ്മശക്തിയും വേണം, നമ്മുടെ മനസ്സും വളരെ കൂടുതൽ ശക്തിശാലി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ കണക്ഷൻ ബിറ്റ്വീൻ ഗുഡ് മെമ്മറി ആൻഡ് എ പവർഫുൾ മൈൻഡ്. എങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ നല്ല ഓർമ്മശക്തിയും ശക്തിശാലി മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വിൽ വർക്ക് വിത്ത് മെമ്മറി നൗ. പ്രേക്ഷകർക്കും ഇതിൽ പങ്കുകൊള്ളാം. വളരെ ശ്രദ്ധയോടുകൂടി കണ്ട് ഈ ഡെമോൺസ്ട്രേഷന്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു 8 വസ്തു നിങ്ങൾക്ക് പറയാം. ആ 8 വസ്തു നിങ്ങൾ ഓർമ്മ വെക്കാൻ ശ്രമിക്കുക. ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, 8 സാധനങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, all the best. Are you ready? Here we go. Okay, the 8 objects is, number 1 is ama, tortoise. Okay, ama. Number 2 is petti, suitcase. Suitcase. Number 3 is mango. Manga. Number 4th is pora, river. 5th is modaram, ring. Okay. 6th is tatan, jeweler. 7th is accident. 8th is ambulance. Okay. Okay? ഇനിയിപ്പം ഈ 8 വസ്തുക്കൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമ്മൾ ഓർമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഈ 8 ഒബ്ജക്റ്റും തമ്മിൽ ഒരു അസോസിയേഷൻ, നമ്മൾ ഒരു റിലേഷൻഷിപ്പ്, ഒരു സംബന്ധം ആക്കിയാൽ അത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഓർമ്മ വെക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞത് അതേപോലെ ഓർത്തെടുക്കാൻ കുറച്ച് കഷ്ടമാണ്. ഇപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ആമ, കുട്ടി, പിന്നെ സൂട്ട് കേസ്, ദെൻ കുഴപ്പമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതേമാതിരി ഓഡിയൻസിന് ചിലപ്പോൾ 8 ഒരു 5 അല്ലെങ്കിൽ 4 ഓർമ്മ വെക്കാൻ പറ്റും. പക്ഷെ ഈ 8 വസ്തുക്കളുടെ നമ്മൾ ഒരു അസോസിയേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 100 out of 100 നമുക്ക് കിട്ടാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു ആമേനെ ഞാൻ കണ്ടു. ഓക്കെ, ആ ആമ എനിക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ എൻ്റെ സൂട്ട് കേസിൽ വെച്ചു. പിന്നെ ആ സൂട്ട് കേസ് എടുത്ത് നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൂടുതൽ വിശപ്പ് വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, ഒരു മാങ്ങേനെ എടുത്തിട്ട് ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് വളരെ കൂടുതൽ ദാഹം വരുമ്പോൾ ഞാൻ പുഴയിൽ പോയിട്ട് വെള്ളം കുടിച്ചു. ആ പുഴയിൽ എനിക്ക് ഒരു മോതിരം എനിക്ക് കിട്ടി. അത് ഒന്ന് റിവൈൻഡ് ചെയ്തേട്ടെ. ഓക്കെ, ബ്രദർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കാം ചോദ്യം, നിങ്ങൾ നടന്നു പോകുമ്പോ എന്താ കണ്ടത്? ആമ. അത് എതിലാണ് നമ്മൾ പിടിച്ചു വെച്ചത്? സൂട്ട് കേസ്. സൂട്ട് കേസ്. പിന്നെ എന്താ കഴിച്ചത്?
മാംഗോ. മാംഗോ. ആ മാംഗോ കഴിച്ചിട്ട് വെള്ളത്തിന് വേണ്ടിട്ട് എവിടെ പോയത്? പുഴയില് നമ്മൾ എന്താ കണ്ടത്? മോതിരം. ആ മോതിരം ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ തട്ടാന്റെ അടുത്ത് പോയി. അവര് പറഞ്ഞു ഇന്നത്തെ ദിവസം നിങ്ങളുടെ വളരെ നല്ലതാണ്, ഇറ്റ്സ് റിയൽ ഡയമണ്ട്. ആ ഡയമണ്ട് എടുത്തപാട്, ആ റിംഗ് എടുത്തപാട് ഞാൻ പുറത്തു പോകുന്നപാട് ഞാൻ കണ്ടത് ഒരു ആക്സിഡന്റ് ആണ്. ആ ആക്സിഡന്റിന്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ടത് ഒരു ആംബുലൻസ് വരുന്നു. കുറെ ആൾക്കാർ ആ ആംബുലൻസ് യൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് എന്താ കണ്ടത്? ആമേ. എല്ലാം പിടിച്ചു വെച്ചത്? സൂട്ട്കേസ്. പിന്നെ എന്താ കഴിച്ചത്? മാംഗോ. പിന്നെ മാംഗോ. പിന്നെ എവിടത്തേക്കാ പോയത്? വെള്ളത്തിന് വേണ്ടിട്ട് പുഴയിൽ. എന്താ കണ്ടത്? മോതിരം. ആ മോതിരം എടുത്തിട്ട് ആരുടെ വന്നത്? പുറത്തിറങ്ങിയപാട് എന്താ കണ്ടത്? ആക്സിഡന്റില്. പിന്നെ എന്താ വെഹിക്കിൾ കണ്ടത്? ആംബുലൻസ്. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ആമ. യെസ്. സൂട്ട്കേസ്. റൈറ്റ്. മാംഗോ. യെസ്. പുഴ. യെസ്. മോതിരം. യെസ്. തട്ടാൻ. യെസ്. ആക്സിഡന്റ്. യെസ്. ആംബുലൻസ്. അരേ വാ. ഓക്കേ, ഇറ്റ്സ് 100 out of 100. ഓക്കേ, പ്രേക്ഷകർക്കും 100 out of 100 കിട്ടിയിട്ടുണ്ടാവും. ഷുവർ. അപ്പൊ ബ്രദർ, ഈ 8 ഒബ്ജക്ട്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മ വെക്കാൻ പറ്റി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗുഡ് മെമ്മറിയും, നമ്പർ 2 ഇസ് ദ പവർഫുൾ മൈൻഡ്. നല്ല ഓർമ്മശക്തിയും ശക്തിശാലി മനസ്സും. അപ്പൊ നമുക്ക് ഈ മൊത്തം വസ്തുക്കളൊക്കെ കുറച്ച് അസോസിയേറ്റ് ചെയ്ത് ഓർമ്മ വെക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സാണ് നമ്മൾ ശക്തിശാലി ആക്കേണ്ടത്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു, വസ്തുക്കൾ ഓർമ്മ വയ്ക്കുന്ന ഒരു വശം. ഇപ്പൊ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങള് അതെല്ലാം മറന്നു കളയണം, നല്ല ഓർമ്മകളെ വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ മനസ്സിനെ ശക്തിശാലിയാക്കാൻ നമുക്ക് എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും? ബ്രദർ, ആ ടെക്നിക്കാണ് നമ്മൾ പറയുന്നത് രാജയോഗ മെഡിറ്റേഷൻ. അപ്പൊ ഈ രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ സയൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ ശക്തിശാലിയാക്കാൻ പറ്റും. നമ്മൾ ഏത് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്, ഏത് കാര്യങ്ങളാണ് മറക്കേണ്ടത്, ആ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ യഥാർത്ഥത്തിലെല്ലാം നമ്മൾ വരുന്നത് അതിലേക്ക് തന്നെയാണ്. ശരിയാണ്. രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഒരു എപ്പിസോഡ് മുഴുവൻ കൊടുക്കേണ്ടി വരും തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അപ്പൊ മെമ്മറിയെ കുറിച്ച് ഇത്രയും രസകരമായ രീതിയിൽ മെമ്മറി നമുക്ക് എങ്ങനെ കൂട്ടാൻ, എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത എക്സസൈസ് എല്ലാ പ്രേക്ഷകരും വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടാവും. ഇത്ര 8 സാധനങ്ങൾ 4 പോലും പലപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും അസോസിയേറ്റ് ചെയ്ത് അത് ഓർമ്മിക്കാൻ കഴിഞ്ഞു. ഇതൊരു വലിയ പലർക്കും പ്രചോദനം കിട്ടിയിട്ടാവും നമുക്ക് വിചാരിക്കാം. ഇന്നത്തെ സമയത്തിന് ഇത്രയും രസകരമായ കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. നമസ്കാരം. ഓം ശാന്തി. ജ്യോതിർഗമയിൽ ഇന്ന് നമ്മൾ വളരെ മനോഹരമായ ചില കാര്യങ്ങൾ കണ്ടു. ഓർമ്മശക്തി എങ്ങനെ അനായാസം നമുക്ക് വർദ്ധിപ്പിക്കാം, അസോസിയേഷൻ കാര്യങ്ങളുമായി ചേർത്തുകൊണ്ട് നമുക്ക് രസകരമായ രീതിയിൽ മനസ്സിൽ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ഒരുമിപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഓർമ്മശക്തി എന്ന വലിയ പ്രശ്നത്തെ നമുക്ക് കീഴടക്കാവുന്നതേയുള്ളൂ. ഏത് വസ്തുക്കൾ വേണമെങ്കിലും ഓർത്തുവെക്കാം. എന്നാൽ അതിനേക്കാളും പ്രധാനം സംഭവങ്ങളെ വേണ്ടതിനെ മാത്രം ഓർത്തുവെക്കുകയും വേണ്ടാത്തതിനെ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് മനസ്സിനെ ശക്തിശാലിയാക്കാനും നമുക്ക് കഴിയും. മെഡിറ്റേഷൻ അഥവാ ധ്യാനം തീർച്ചയായും അതിലേക്കുള്ള വഴിയാണ്. എന്താണ് ധ്യാനം? പ്രത്യേകിച്ച് രാജയോഗ ധ്യാനം എന്താണ്, അതെങ്ങനെ അഭ്യസിക്കണം, എങ്ങനെ ജീവിതവുമായി അതിനെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം, അതായിരിക്കട്ടെ നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം. അടുത്ത തവണ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിർഗമയുടെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം